ഇനി നമുക്ക് മുളപ്പിച്ച ചെറുപയർ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 50 ഗ്രാം ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഈ കറിക്കകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ തക്കാളിക്ക അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, 2-3 പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്ന മസാലപ്പൊടിയാണ്. നമുക്ക് ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം പാൻ അടുപ്പിൽ വെച്ച് പാൻ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട, 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്ക് പൊട്ടിക്കാം. നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ ജീരകം ഇട്ട് പൊട്ടിക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് 2-3 സെക്കൻഡ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, തക്കാളിക്ക, കറിവേപ്പില ഇത്രയും ഇട്ട് നമുക്കിത് വഴറ്റിയെടുക്കാവേ. തക്കാളിക്ക നിങ്ങൾ എടുക്കുമ്പോൾ വലിയ തക്കാളിക്കയാണെങ്കിൽ ഒരു പകുതി തക്കാളിക്കായി എടുക്കാവുള്ളൂ. ചെറിയ തക്കാളിക്ക ആയതുകൊണ്ട് ഞാൻ ഒരു തക്കാളിക്ക എടുത്തത്. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടി ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കറി തയ്യാറാക്കുമ്പോൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കത്തില്ലേ, പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ നിങ്ങൾ എരിവിന് വേണ്ടി നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടിയോ പച്ചമുളകോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കണേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. 10 മിനിറ്റ് കഴിയുമ്പം വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്, 2-3 ടീസ്പൂൺ വെള്ളമേ ചേർത്ത് കൊടുക്കാവുള്ളേ. നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ പയറ് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ്. അത് തന്നെയല്ല, ഇതുപോലെ വെള്ളം കൂടുതൽ ചേർക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് കിട്ടിയില്ലേ. ഇതിനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മൾ ഈ കറി അടുപ്പിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി വേകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇതിനകത്ത് 3 ടീസ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. ഇത് ഏകദേശം 90% വെന്ത് കഴിയുമ്പം ഇതിനകത്തോടെ നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമ്മുടെ ഈ കറി ഏകദേശം 90% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയും നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഇതിനകത്ത് ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത എരിവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും നാരങ്ങാനീരും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കറിയും കൂടിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഈ മുളപ്പിച്ച ചെറുപയർ വീട്ടിൽ ഞാൻ തയ്യാറാക്കി എടുത്താണ്. ഇത് നമുക്ക് മുളപ്പിച്ച ചെറുപയർ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. 8 മണിക്കൂർ പയർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെക്കുക. അതിനുശേഷം 8 മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു അരിപ്പത്തട്ടിലോ അല്ലെങ്കിൽ കനം കുറഞ്ഞൊരു തുണിയിലോ കെട്ടി വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ മുളച്ച് വരുവേ.
അപ്പം നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാമേ. ഇതിനകത്ത് കണ്ടോ വെള്ളമയോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തിട്ടുമില്ല. പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ഇതുപോലെയാണ് മുളപ്പിച്ച ചെറുപയർ കറി തയ്യാറാക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് മുളപ്പിച്ച ചെറുപയർ കറി. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.